വെൽക്കം ടു സോഡിക് എക്സാം സീരീസ്. നമുക്ക് വീക്ക് 7 ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ടൈം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 151 to 175 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We'll move to questions directly. First one, question number 151. All are seen in marasmus except. നമുക്കറിയാം ഇതുപോലത്തെ ചോദ്യങ്ങൾ മരാസ്മസിൽ ഏത് കാണാം അല്ലെങ്കിൽ കോഷോർക്കറിൽ ഏത് കാണാം എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പലവട്ടം എക്സാംസിന് ആവർത്തിച്ചിട്ടുണ്ട്. കോഷോർക്കർ ആണെങ്കിലും മരാസ്മസ് ആണെങ്കിലും നമുക്കറിയാം പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന ഒരു ക്ലസ്റ്ററിന് കീഴിൽ വരുന്നതാണ്. വിച്ച് ഇൻക്ലൂഡ്സ് ബേസിക്കലി മരാസ്മസ് കോഷോർക്കർ ആൻഡ് മരാസ്മിക് കോഷോർക്കർ. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇതിൽ മരാസ്മസിൽ കാണാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ഹെപ്പാറ്റോമെഗാലി. നമ്മൾ ഹെപ്പാറ്റോമെഗാലി ബേസിക്കലി കാണുന്നത് കോഷോർക്കറിലാണ്. നമ്മൾ കോഷി ഷെയ്ക്സ് എന്നും ഫ്ലാക്കി പെയിന്റ് ഡെർമറ്റോസിസ് എന്നും ക്രേസി പേവ്മെന്റ് ഡെർമറ്റോസിസ് എന്നും ഫ്ലാഗ് സൈൻ എന്നും എല്ലാം നമ്മൾ കോഷോർക്കറിൽ പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി മരാസ്മസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫെയിലിയർ ടു ഗെയിൻ വെയിറ്റ്, ലോസസ് സ്കിൻ ടർഗർ ആൻഡ് ദ സ്കിൻ ബിക്കംസ് റിങ്കിൾഡ്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റിന്റെ ലോസ് ഉണ്ടാകും. ഇതാണ് ബേസിക്കലി മരാസ്മസിൽ കാണുന്നത്. പക്ഷെ കോഷോർക്കറിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ പെഡൽ എഡിമ കാണാൻ പറ്റും. അവിടെ ഒരുപാട് ഗ്രേഡിങ്ങൾ നമ്മൾ IAP ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ഗോമസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ദെൻ ഹെപ്പാറ്റോമെഗാലി ഡ്യൂ ടു ഫാറ്റി ലിവർ വിച്ച് ഈസ് സീൻ വിത്ത് ഫ്ലാഗ് സൈൻ ഓൺ ഹെയർ ആൻഡ് സ്കിൻ ഷോയിങ് ഫ്ലാക്കി പെയിൻ ഡെർമറ്റോസിസ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഓർമ്മിക്കുക. നമ്മുടെ PEM ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. കോഷോർക്കർ വില്യം എന്ന് പറഞ്ഞ ആൾ കോയിൻ ചെയ്തൊരു വാക്കാണ്. അവിടെ നിന്ന് മുതൽ നമ്മുടെ രണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ ടെർമിനോളജീസ് ഫ്ലാഗ് സൈൻ നമ്മൾ കോമൺലി യൂസ് ചെയ്തിട്ടുള്ള ടേമാണ്. മറ്റ് വാക്കുകളോട് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, 152. ഐഡന്റിഫൈ ദ ഏജ് ഇൻഡിപെൻഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മാൽന്യൂട്രീഷൻ അമംഗ് ദ ഫോളോയിങ്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏജ് ഇൻഡിപെൻഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് ഏജ് ഇതിനെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറായി മാറുന്നില്ല. അതാണ് നമ്മൾ ചോദ്യം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. അതായത് നമ്മൾ മാൽന്യൂട്രീഷൻ അസസ്മെന്റ് നമ്മൾ നോക്കും, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് നമ്മൾ നോക്കും. 13.5 കുറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമാലിറ്റി ആണ് നമ്മൾ പറയാറുള്ളത്. രണ്ടാമത് ഷാക്കിർസ് ടേപ്പ്. നമ്മൾ ഷാക്കിർസ് ടേപ്പ് വിത്ത് കളർ കോഡ് നമ്മളൊരു ഫ്യൂച്ചർ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷാക്കിർസ് ടേപ്പ് എന്ന് പറഞ്ഞാലും അവിടെയും 13.5 സെന്റിമീറ്ററിനെക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബ്നോർമൽ ആണെന്ന് പറയും. നമ്മൾ റെഡ്, ഓറഞ്ച്, യെല്ലോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടേപ്പ് കളേഴ്സ് നമ്മൾ പറയാറുണ്ട്. ബാംഗിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 4 സെന്റിമീറ്റർ ബാംഗിൾ നമ്മൾ ഫ്രീ ആയിട്ട് എൽബോ വഴി കടന്നു പോയി കഴിഞ്ഞാൽ അതും ഒരു അബ്നോർമൽ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഏജ് ഇൻഡിപെൻഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഏജിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്, മാൽന്യൂട്രീഷൻ അസസ്മെന്റ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. 153. ഫീഡിങ് എ ക്ലയന്റ് വിത്ത് കൊയനൽ അട്രീഷ്യ ക്യാൻ കോസ്. നമുക്കറിയാം കൊയനൽ അട്രീഷ്യ എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഓപ്ഷൻ എ, ചോക്സ് ഓൺ ഫീഡിങ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് there is no opening between nasal passages and nasopharynx, so the infant can breathe only through mouth. It will lead to choking during feeding. ഓപ്പണിംഗ് ഇല്ലാത്തത് കാരണം, അതായത് ഓപ്പണിംഗ് നാസോഫാരിങ്സ് ആൻഡ് നേസൽ പാസേജ് ഇല്ലാത്തത് കാരണം കുട്ടി നേരെ എന്ത് ചെയ്യും, ചോക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ 154. The term educable is used for which category of MR? നമ്മൾ MR അല്ലെങ്കിൽ മെന്റലി ചലഞ്ചർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസ് പറയാറുണ്ട്. ബേസിക്കലി MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ്ലി സബ് ആവറേജ് ജനറൽ ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് with deficit in motor skills during the developmental age group of a child. അപ്പോ നമ്മള് 3 പാർട്ട് അവിടെ പറഞ്ഞു. IQ കുറവായിരിക്കും, മോട്ടോർ സ്കിൽസ് ഡെഫിസിറ്റ് ഉണ്ടാകും, ആൻഡ് ഡെവലപ്മെന്റൽ ഏജ് ഗ്രൂപ്പ് 18 വയസ്സ് താഴെ ആകുമ്പോഴാണ് നമ്മൾ MR എന്ന് പറയുന്നത്. Based on IQ, and you know IQ is calculated by mental age by chronological age into 100. Binet and Stanford ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾക്കാരാണ്. ഒരു ആവറേജ് ഒരു 90 to 110 കാണും IQ കുറയുന്നതനുസരിച്ച് നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട് MR എന്ന് പറയും. ഇപ്പം മൈൽഡ് MR എന്ന് പറയുമ്പോൾ നമ്മൾ 50 മുതൽ 70 IQ, മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 35 മുതൽ 49 വരെ, സിവിയർ എന്ന് പറയുമ്പോൾ 20 തൊട്ട് 34 വരെ, ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ പ്രൊഫൗണ്ട് MR എന്ന് പറയും. ഇവരെ തന്നെ നമ്മൾ 4 കാറ്റഗറി പറയും. ഒരു 6ാം ക്ലാസ് വരെയൊക്കെ പഠിക്കാനും പറ്റും, അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ എഡ്യൂക്കബിൾ എന്ന് പറയും. മോഡറേറ്റിനെ നമ്മൾ ട്രെയിനബിൾ എന്ന് പറയും. സിവിയറിനെ നമ്മൾ ഡിപ്പെൻഡന്റ് എന്ന് പറയും. ആൻഡ് പ്രൊഫൗണ്ട് നമ്മൾ ലൈഫ് സപ്പോർട്ട് എന്ന് പറയും. സോ എഡ്യൂക്കബിൾ എന്ന് പറയുന്നത് എ ഓപ്ഷൻ, മൈൽഡ് MR ആണ്. 155. ചൈൽഡ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അബൌട്ട് ഹെൽത്ത് കെയർ ഈസ് ടേംഡ് ആസ്. നമ്മളൊരു 18 വയസ്സ് താഴെയുള്ള ഒരാളിനെ ഒരു റിസർച്ച്, ഒരു നമ്മൾ സ്റ്റഡി പർപ്പസിനോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തുമ്പോൾ ഹെൽത്ത് കെയറിന്റെ
അവരെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനം പറയുന്ന പേരാണ് അസെന്റ് എന്ന് നമ്മൾ പറയും. 18 വയസ്സിന് മുകളിലുള്ള ഒരു അഡൽട്ടിൽ നിന്ന് വാങ്ങുന്ന നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്, വേറെ ഒരു 18 years ബിലോ ഉള്ള ആളിൽ നിന്ന് വാങ്ങുന്നതാണ് അസെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. 156. ഇൻഹെറിറ്റഡ് പാറ്റേൺ ഓഫ് തലാസീമിയ ഈസ്. നമ്മള് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മുന്നേയുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഓട്ടോസോമൽ റെസസീവ്, ഡോമിനന്റ്, എക്സ് ലിങ്ക്ഡ് റെസസീവ്, എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്, ഓരോന്നിനും നമ്മൾ എക്സാമ്പിൾസ് വൈസ് പഠിച്ചു വെക്കണം. സ്ഥിരം ഒരു എന്താ പറയുന്നത്, നമ്മൾ 5 ചോദ്യപേപ്പർ നമ്മൾ നോക്കുമ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ കിട്ടാൻ സാധ്യതയുള്ളതാണ്. സോ തലാസീമിയ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. സീരീസ് ഓഫ് എക്സാമ്പിൾസ് മുന്നേയുള്ള എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ 156 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 157. As per WHO classification of dehydration in children, all of the following are types of dehydration except. 157 ആൻസർ ബി ഓപ്ഷൻ ആണ്. നമ്മൾ WHO classification of dehydration ഉണ്ട്, which is based on appearance, eyes, thirst and skin pinch. ഈ 4 പാരാമീറ്ററിലാണ്. അപ്പിയറൻസ്, ഐസ്, തേഴ്സ്റ്റ് ആൻഡ് സ്കിൻ പിഞ്ച്, ഈ 4 പാരാമീറ്ററിലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അവിടെ അവർ ക്ലാസിഫൈ ചെയ്യുന്നത് നോ ഡീഹൈഡ്രേഷൻ, സം ഡീഹൈഡ്രേഷൻ, സിവിയർ ഡീഹൈഡ്രേഷൻ, ഈ 3 കാറ്റഗറിയിലാണ്. നോ ഡീഹൈഡ്രേഷൻ, സം ഡീഹൈഡ്രേഷൻ ആൻഡ് സിവിയർ ഡീഹൈഡ്രേഷൻ. അവിടെ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 158. കൺഫർമേറ്ററി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ഹെർട്സ്പ്രങ്സ് ഡിസീസ്. നമ്മളറിയാം കൺജനിറ്റൽ എഗാംഗ്ലിയോണിക് മെഗാകോളൻ ആണ് ഹെർട്സ്പ്രങ്സ് ഡിസീസ്. പീഡിയാട്രിക് ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നതാണ്. അവിടെ കൺഫർമേറ്ററി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി സക്ഷൻ ബയോപ്സി ആണ് റൈറ്റ് ആൻസർ. സക്ഷൻ ബയോപ്സി ചെയ്യുമ്പോൾ വിച്ച് വിൽ റിമൂവ് സം റെക്ടൽ ടിഷ്യൂസ് ആൻഡ് ദേ ആർ ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ് ഫോർ ഗാംഗ്ലിയോണിക് സെൽസ്. നമ്മൾ അങ്ങനെയാണ് സക്ഷൻ ബയോപ്സി വഴി നോക്കുന്നത്. ഇൻവെർട്ടോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is done to find out any ARM, that is anorectal malformations എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ഇൻവെർട്ടോഗ്രാം ഉപയോഗിക്കുന്നത്. ഹെർട്സ്പ്രങ്സ് ഡിസീസിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് സക്ഷൻ ബയോപ്സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 159. The most important nursing intervention while caring a child with diarrhea. Caring a child with diarrhea നമുക്ക് പറയാൻ പറ്റും ടേക്ക് ഡെയിലി വെയിറ്റ്. വെയിറ്റ് ലോസ് ആണ് നമ്മൾ അതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് പാരാമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ 1 kg = 1 liter എന്ന കണക്കിൽ നമ്മൾ എത്ര വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. ഡെയിലി വെയിറ്റ് മോണിറ്ററിംഗ് ആണ് നമ്മളൊരു മെയിൻ ഇന്റർവെൻഷൻ ആയിട്ട് ഡയറി ഉള്ള ഒരു കുട്ടിയിൽ നമ്മൾ ചെയ്യാറുള്ളത്. ആൻഡ് പ്ലീസ് റീഡ് ഓൺ വിത്ത് IMNCI ഗൈഡ് ലൈൻസ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ ഡയറിയൽ മാനേജ്മെന്റ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. Question 160. Kernicterus, a complication of jaundice, is a pathological condition of. നമ്മൾ കേണിക്ടെറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ജോണ്ടിസ്, നിയോനറ്റൽ ജോണ്ടിസ് പഠിക്കുമ്പോൾ വിത്തിൻ 24 hours പത്തോളജിക്കൽ ജോണ്ടിസ്, 24 to 72 hours ഫിസിയോളജിക്കൽ ജോണ്ടിസ്, ദെൻ ബിലിറൂബിന്റെ അളവ് ഒരു പരിധിക്കപ്പുറം കൂടുന്നു. ഡെർമൽ സ്റ്റെയിനിങ് നമ്മൾ ക്രാമേഴ്സ് ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേൺ ഇക്ടറസ്, ബേസൽ ഗാംഗ്ലിയയിൽ നമ്മൾ യെല്ലോയിഷ് കളറേഷൻ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബിലിറൂബിൻ എൻസെഫലോപ്പതി സംഭവിക്കുന്നതാണ് കേണിക്ടെറസ് എന്ന് പറയുന്നത്. ദാറ്റ് മേ അഫക്ട്. ഓപ്ഷൻ സി ബ്രെയിൻ ആണ് റൈറ്റ് ആൻസർ. Question number 161. 161. Which of the following surgical procedure is not used in the correction of Hirschsprung's disease? Again, Hirschsprung's disease നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അതിൽ നമ്മൾ സർജിക്കൽ കറക്ഷനിൽ ഉപയോഗിക്കുന്ന 3 പ്രൊസീജിയറിന്റെ പേരുണ്ട്. എയും ബിയും ഡിയും ഹെർട്സ്പ്രങ്സ് ഡിസീസിന്റെ കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഡുഹാമെൽസ് പ്രൊസീജിയർ, സ്വെൻസൺസ് പ്രൊസീജിയർ, സാസ് പ്രൊസീജിയർ. എന്നാൽ റാംസ്റ്റഡ്സ് ഫുൾ നെയിം തന്നെ പൈലോറോമയോട്ടമി എന്നാണ് നമ്മൾ പറയാറുള്ളത്. പൈലോറിക് സ്റ്റീനോസിസിന്റെ ഒരു സർജിക്കൽ കറക്ഷൻ ആണ് റാംസ്റ്റഡ്സ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓർമ്മിക്ക് എപ്പോഴും ഞാൻ മുൻ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, സർജിക്കൽ കറക്ഷൻസും ഏത് കണ്ടീഷനാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 40ഓളം നമ്മൾ സർജിക്കൽ കറക്ഷൻസ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാറുണ്ട്. മേ ബി ഇപ്പോൾ പ്രിപ്പറേഷനിൽ കുറച്ചുകൂടെ ഡെപ്ത് പോകുമ്പോൾ ഒരു 10-60 സർജിക്കൽ പ്രൊസീജിയറും ഏത് കണ്ടീഷനാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട്. 162. Which of the following condition is usually diagnosed with Wangenstein-Rice X-ray? Wangenstein-Rice X-ray നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ഏനോറക്ടൽ മാൽഫോർമേഷൻ ആണ്. അപ്പൊ എന്താണ് വാങ്ങൻസ്റ്റീൻ-റൈസ് എക്സ്റേ എന്ന് അറിയണം. വാങ്ങൻസ്റ്റീൻ ആൻഡ് റൈസ് എന്ന് പറയുന്ന ആൾക്കാർ 1930 കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്, ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ്. എന്താണ് ചെയ്യുന്നത് വെച്ചാൽ which will determine the distance between blind rectal pouch to a marker placed on or within anal dimple. That will determine the distance between blind rectal pouch to a marker placed on or within the anal dimple. അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് വാങ്ങൻസ്റ്റീൻ-റൈസ് എക്സ്റേ. ഏനോറക്ടൽ മാൽഫോർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. 163. Wind swept sign or deformity seen in
നമ്മൾ വിൻസ്റ്റെപ്റ്റ് സൈൻ എന്ന് പറയുന്നത് റിക്കറ്റ്സിലാണ് കാണുന്നത്. വാൽഗസ് ഡിഫോമിറ്റി ഇൻ വൺ നീ ഇൻ അസോസിയേഷൻ വിത്ത് വാരസ് ഇൻ അനദർ. ആ രീതിയിൽ നമ്മുടെ ഒരു ബോൺ ഡിഫോമിറ്റി വരുന്നതാണ് റിക്കറ്റ്സിൽ നമ്മൾ കാണുന്ന ഒരു കണ്ടീഷനാണ്. 164 ഷാക്കിറ്റ്സ് ടേപ്പ് ഈസ് യൂസ്ഡ് ഫോർ. ഓൾറെഡി ഷാക്കിറ്റ്സ് ടേപ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഓപ്ഷൻ സി മെഷർമെന്റ് ഓഫ് മിഡ് ആം സർക്കംഫറൻസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഷാക്കിറ്റ്സ് ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് നമ്മൾ മെഷർ ചെയ്യും. അവിടെ നമ്മൾ ഡിഫറെന്റ് കളർ കോഡ്സ് കൊടുക്കും. 13.5 സെന്റിമീറ്ററിനെക്കാളും കൂടുതലാണെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കും. വെൽ നറിഷ്ഡ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. 12.5 സെന്റിമീറ്റർ മുതൽ 13.5 സെന്റിമീറ്റർ വരെ ആണെങ്കിൽ നമ്മൾ യെല്ലോ കളർ കോഡ് കൊടുക്കും. റിസ്ക് ഫോർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. നമ്മൾ അവരെ കൗൺസിൽ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാറാണ് പതിവ്. 11 തൊട്ട് 12.5 സെന്റിമീറ്റർ ആണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളർ കൊടുക്കും. 3 കളർ ടേപ്പ് റെഡ്, 4 കളർ ടേപ്പ് ഓറഞ്ച്. നമ്മൾ മോഡറേറ്റ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ എന്ന് പറയും. നമ്മൾ സപ്ലിമെന്റേഷന് വേണ്ടി അവരെ റെഫർ ചെയ്യാറുണ്ട്. ദെൻ 11 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ റെഡ് കളർ ടേപ്പ് ആണ്. സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി റെഫർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ മാൽന്യൂട്രീഷൻ ഷാക്കിറ്റ്സ് ടേപ്പ് ബേസിന്റെ ഇതിൽ അസസ് ചെയ്യുന്നത്. ആ ഒരു പാരാമീറ്റേഴ്സ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. 165 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. ഒരു ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് പഠിക്കുമ്പോൾ സൈനോട്ടിക് എ സൈനോട്ടിക് പഠിക്കാറുണ്ട്. എ സൈനോട്ടിക് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ASD, BSD, PDA. ഇനിയുണ്ട്. നമ്മൾ അതൊരു വളരെ ഡീറ്റെയിൽ ക്ലാസ്, ഒരു 1 hour തന്നെ പീഡിയാട്രിക് കാർഡിയോളജി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ നാഡാസ് ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം. എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ TOF ആണ്. അതൊരു സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്, ടെട്രോളജി ഓഫ് ഫാലറ്റ് അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 166 ഹൂ ഡെവലപ്പ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ MSc നഴ്സിംഗ് എൻട്രൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഏണസ്റ്റ് റസ്ക. സി ആണ് റൈറ്റ് ആൻസർ. ഏർലിച്ച് എന്ന് പറഞ്ഞത് കോൺട്രിബ്യൂഷൻ ടു ഇമ്മ്യൂണോളജി ഒക്കെ ഉണ്ട്. ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ആണ് റോബർട്ട് കോഷ്. ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാൻഡ്സ്റ്റീനറിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. ഒരു മൈക്രോബയോളജി നിങ്ങൾ ഒരു 10-12 പേര് ഇനിഷ്യലി പഠിക്കാനുണ്ട്. ഇപ്പം ലൂയി പാസ്റ്റർ ആണെങ്കിലും ജോസഫ് ഡിസ്റ്റർ ആണെങ്കിലും സുശ്രുത, ദെൻ നമ്മൾ ഒരു സീരീസ് ഓഫ് നെയിംസ് നമ്മളോട് പഠിക്കാൻ, ആൻറ്റോൺ വോൺ ലീവൻഹൂക്ക്. അപ്പൊ അതെല്ലാം ഒന്ന് പേരുകൾ ഓർമ്മിച്ചിരിക്കുക. 167 ബാറ്റ്സ് വിങ് അപ്പിയറൻസ് ഇൻ എക്സ്റേ. ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്റേ സൈനും ഡിസീസ് കണ്ടീഷനും. അതിലൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ബാറ്റ്സ് വിങ് അപ്പിയറൻസ് നമ്മൾ എക്സ്റേയിൽ കാണുന്നത് ഓപ്ഷൻ എ പൾമണറി എഡിമയിലാണ് നമ്മൾ ബാറ്റ്സ് വിങ് അപ്പിയറൻസ് കാണുന്നത്. 168 വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് അഫക്റ്റഡ് ബൈ ഓർഗാനോഫോസ്ഫറസ് പോയിസണിങ്. നമുക്കറിയാം ഫിരിഡാൻ അല്ലെങ്കിൽ ഓർഗാനോഫോസ്ഫറസ് പോയിസണിങ് OPP നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ മസ്കരാനിക് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് അത് അഫക്ട് ചെയ്യപ്പെടുന്നത്. ഈ OPP കഴിക്കുമ്പോൾ ബേസിക്കലി നമ്മൾ പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഒരു ആന്റിഡോട്ട് ആണ് അട്രോപ്പിൻ. ആൻഡ് യു ഓൾസോ ഹേർഡ് അബൌട്ട് PAM അല്ലെങ്കിൽ പ്രാലിഡോക്സിൻ എന്നതിനെ കുറിച്ച് PAM കേട്ടിട്ടുണ്ടാകും. ഒരു പേഷ്യന്റ് OPP കഴിക്കുമ്പോൾ അയാളുടെ മസ്കരാനിക് റിസപ്റ്റേഴ്സിനെ ആക്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സ്ലഡ്ജ് എന്നൊരു സിംറ്റംസ് ഓർമ്മിക്കുക. സലൈവേഷൻ, ലാക്രിമേഷൻ, യൂറിനേഷൻ, ഡെഫിക്കേഷൻ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഹറി, എമിസിസ്. അപ്പൊ ഈ രീതിയിൽ ഒരു എല്ലാ ഓർഫീസിൽ കൂടെ സെക്രീഷൻസ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ആന്റിഡോട്ടാണ് അട്രോപ്പിൻ. വേറാസ് മസിൽ പാരാലിസ് ഒക്കെ വരുമ്പോഴാണ് ഈ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്രാലിഡോക്സിൻ കൊടുക്കുന്നത്. അപ്പൊ രണ്ടും ആന്റിഡോട്ടാണ്, ഓർമ്മിക്കണം. അപ്പൊ ഹ്യൂമൻ ബോഡി അഫക്ട് ചെയ്യപ്പെടുന്ന പെട്ടെന്ന് നെർവസ് സിസ്റ്റം ആണ്. ഓപ്ഷൻ ബി നമ്മളെ പോയിസണിങ് ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. Then 169 the anatomical part of the scorpion that deliver the sting. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കോർപ്പിയോന്റെ സ്റ്റിംഗ് ഡെലിവറി ചെയ്യുന്ന പാർട്ടിന്റെ പേരാണ് ഓപ്ഷൻ എ ടെൽസൺ എന്ന് നമ്മൾ പറയും. 169 A. 170 which of the following snake poison has neurotoxic effect in human body. ഓർമ്മിക്കുക, നമ്മൾ സ്നേക്ക് പോയിസണിങ് പഠിക്കുമ്പോൾ തന്നെ ഹീമോടോക്സിക്, ന്യൂറോടോക്സിക് പഠിക്കാറുണ്ട്. അതിൽ കോബ്ര, ക്രൈറ്റ് ഒക്കെയാണ് നമ്മൾ പൊതുവെ ന്യൂറോടോക്സിക് ആയിട്ട് പറയുന്നത്. വൈപ്പർ ഒരു ഹീമോടോക്സിക് ആണ്. അത് രണ്ടും എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്? ന്യൂറോടോക്സിക് ആകുമ്പോൾ നമ്മൾ അസറ്റൈൽ കോളിൻ റിലീസിനെ ബാധിക്കുന്നതും ഡിപ്ലോപ്പിയ, ടോസിസ് പോലത്തെ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയണം. ഹീമോടോക്സിക് ആകുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ കോയാഗുലേഷൻ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്നതും ഡയാലിസിലോട്ടൊക്കെ പോകുന്നതും. സോ ഒരു സ്നേക്ക് ബൈറ്റിനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. 171 herd immunity is not useful in prevention of. Herd immunity is not useful in the prevention of ഏതായിരിക്കാം? ഓപ്ഷൻ സി ടെറ്റനസ് ആണ് റൈറ്റ് ആൻസർ. കാരണം അതൊരു കണ്ടേജിയസ് ഡിസീസ് അല്ല. ടെറ്റനസ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. പോളിയോയും റുബല്ലയും മീസിൽസിലെല്ലാം തന്നെ ഹേർഡ് ഇമ്മ്യൂണിറ്റി യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള COVID-19 അല്ലെ, അത് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ 171 നമ്മൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 172 വാം ചെയിൻ മീൻസ്. എന്താണ് വാം ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്.
ഓൾ ഓഫ് ദീസ് ആണ്. അതായത് വാം ചെയിൻ നമ്മൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വാം ചെയിൻ ഇസ് എ സെറ്റ് ഓഫ് 10 ഇന്റർ റിലേറ്റഡ് ഓർ ഇന്റർ ലിങ്ക്ഡ് പ്രൊസീജിയേഴ്സ് ക്യാരിഡ് അറ്റ് ബർത്ത് ആൻഡ് ലേറ്റർ ടു പ്രിവെന്റ് ഹൈപ്പോതെർമിയ. നമ്മൾ ഹൈപ്പോതെർമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു 10 സെറ്റ് ഓഫ് ഇന്റർലിങ്ക്ഡ് ആക്ടിവിറ്റീസ് ആണ് അവിടെ കാണുന്നത്. ഒന്ന്, വാം ഡെലിവറി റൂം ഗ്രേറ്റർ ദാൻ 25 ഡിഗ്രി സെൽഷ്യസ്, വാം റെസിസിറ്റേഷൻ, ഇമ്മീഡിയറ്റ് ഡ്രൈയിങ് ഓഫ് ബേബി, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, ബ്രസ്റ്റ് ഫീഡിംഗ്, bathing and weighing, appropriate clothing and bedding, mother and baby together, warm transportation, training or awareness of health professionals. ഇങ്ങനെ ഒരു 10 സെറ്റ് ഓഫ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമ്മൾ വാം ചെയിൻ എന്ന് പറയുന്നത്. 173, മാനേജ്മെന്റ് ഓഫ് ഏരിയ വിത്ത് API ലെസ് ദാൻ 2 ഇൻക്ലൂഡ് എക്സെപ്റ്റ്. API എന്ന് പറഞ്ഞാൽ ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് ആണ്. നമ്മൾ മലേറിയ മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷനും മലേറിയ കൺട്രോൾ പ്രോഗ്രാം ഒക്കെ പഠിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ്. ഇവിടെ ലെസ് ദാൻ 2, API ലെസ് ദാൻ 2 ഗ്രേറ്റർ ദാൻ 2 ഉണ്ട്. ലെസ് ദാൻ 2 ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള ചോദ്യം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. API ഗ്രേറ്റർ ദാൻ 2 ഇൻഡിക്കേറ്റ്സ് കേസസ് ഓഫ് മലേറിയ ആർ ദെയർ. അവിടെ കൂടുതൽ മലേറിയ കേസുകൾ ഉണ്ട് എന്നാണ് API ഗ്രേറ്റർ ദാൻ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മോർ അറ്റൻഷൻ അവിടെ വേണമെന്നുള്ളതാണ്. എന്നാൽ API ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ലെസ് അറ്റൻഷൻ മതി. അപ്പൊ അവിടെ ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ റെഗുലർ ഇൻസെക്ടിസൈഡൽ സ്പ്രേ ആണ്. ദെൻ 174, സേഫ് സ്ട്രാറ്റജി. നമ്മൾ ട്രാക്കോമയുടെ കൺട്രോളിൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സേഫ് സ്ട്രാറ്റജി. അപ്പൊ ഓരോ അക്ഷരവും എന്തൊക്കെയാണ്? അപ്പൊ S സ്റ്റാൻഡ്സ് ഫോർ സർജറി, A. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്ത ഏതെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ആനുവൽ ഐ ചെക്കപ്പ് എന്നുള്ളതാണ്. കാരണം S സർജറി, ദെൻ A സ്റ്റാൻഡ്സ് ഫോർ ആന്റിബയോട്ടിക്സ്, F സ്റ്റാൻഡ്സ് ഫോർ ഫേഷ്യൽ ക്ലീൻനെസ്, E സ്റ്റാൻഡ്സ് ഫോർ എൻവയോൺമെന്റൽ ഹൈജീൻ. അതാണ് സേഫ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A ആന്റിബയോട്ടിക്സ് ആണ്, ആനുവൽ ഐ ചെക്കപ്പ് അല്ല. ശ്രദ്ധിക്കുക. 175, ആസ് പെർ RCH റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് ആർ. നമ്മൾ RCH പ്രോഗ്രാം പ്രകാരം നമ്മുടെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് CHC ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. നമ്മൾ സബ് സെന്റർ, PHC, CHC, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ടെർഷറി കെയർ ഹോസ്പിറ്റൽസ്, നമ്മൾ ആ ഒരു പ്രൈമറി കെയർ ആൻഡ് സെക്കൻഡറി കെയർ അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഓരോന്നിൽ കവർ ചെയ്യപ്പെടുന്ന പോപ്പുലേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല വട്ടം എക്സാംസിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം 3000 മുതൽ 5000 ഒരു സബ് സെന്ററിൽ കവർ ചെയ്യും, 20000 മുതൽ 30000 ഒരു PHCയിൽ കവർ ചെയ്യും, 80,000 മുതൽ 1,20,000 ഒരു CHCയിൽ കവർ ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ഹെൽത്ത് കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻസ് പഠിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കുക. ഡിഫറെന്റ് പ്രോഗ്രാംസ് RCH നമ്മൾ phase 1, phase 2 ഒക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. സോ ഇതാണ് നമ്മുടെ week 7 ഡിസ്കഷൻ ഫ്രം 151 to 175. താങ്ക് യു സോ മച്ച്.